കേരള ഹൈക്കോടതിക്ക് ഈ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം ഒരു അപ്പർ ഹാൻഡുണ്ട്. കാരണം ഇത് ഈ അയ്യപ്പൻ ഉൾപ്പെടെയുള്ള ദേവാലയങ്ങളിൽ പ്രതിഷ്ഠിച്ചുള്ള വിഗ്രഹങ്ങളൊക്കെ മൈനറാണെന്നാണ് നമ്മുടെ നിയമസംഹിതകൾ നിർദ്ദേശിച്ചിട്ടുള്ളത്. പക്ഷേ ഇത് ആരംഭിച്ച കാലത്ത് പിടിക്കാൻ സ്ഥാപനത്തിന് കഴിഞ്ഞില്ല. പക്ഷേ ഈ 2024-25 ഇത് ആവർത്തിച്ചപ്പോൾ പിടിവീണു. മൊത്തം നടപടിക്രമങ്ങളൊക്കെ തന്നെ ചട്ടങ്ങൾക്ക് വിരുദ്ധമാണെന്നും അത് മോഷണത്തിൻ്റെ രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോയതെന്നും അതിന് നേതൃത്വം കൊടുത്തത് ഒരു പുറമേയുള്ള അയ്യപ്പ ഭക്തൻ നടിച്ചു വന്ന ഒരാളാണെന്നും അതിലെ പങ്കാളികളായ ചില പ്രത്യേക ഉദ്യോഗസ്ഥന്മാർ, അതുപോലെ തന്നെ ഇതിൽ തീരുമാനമെടുത്ത ബോർഡ്, അപ്പോൾ ഇവർക്കെല്ലാം അതിൽ ബന്ധമുണ്ടെന്നും മനസ്സിലാക്കി പോലീസ് പലപ്പോഴും അവർക്ക് തോന്നുന്ന രീതിയിൽ പോയിട്ട് സ്ഥാപനത്തിന് കുഴപ്പമുണ്ടാക്കുക, അയ്യപ്പന്മാർക്ക് തടസ്സം ഉണ്ടാകുക, ഇങ്ങനെ വന്നപ്പോഴാണ് കോടതി ഒരു ജില്ലാ ജഡ്ജി, സർവീസിലുള്ള ജില്ലാ ജഡ്ജിയെ അവിടെ ഈ കോർഡിനേറ്ററായിട്ടും സ്പെഷ്യൽ കമ്മീഷണറായിട്ടും അന്നത്തെ മേൽശാന്തിയോ അല്ലെങ്കിൽ തന്ത്രിയോ ആരും ഇത് ശ്രദ്ധിച്ചില്ല എന്ന് പറയുമ്പോൾ അത് കോടതിയാണ് ഇത് കണ്ടെത്തി തരുന്നത്. അവിടെയാണ് നമുക്ക് വളരെ സംശയാസ്പദമായ കാര്യങ്ങൾ നീങ്ങുന്നത്. അപ്പോൾ ഈ ദൈനംദിന ജീവിതത്തിൻ്റെ ഭാഗമായി കാണേണ്ട ഒരു സാധനം മേൽശാന്തിയുടെയും തന്ത്രിയും ഒക്കെ അവരുടെ അസിസ്റ്റൻറ്റുമാരുടെ അവർ ദീർഘകാലം ഇത് ഇല്ലാതിരിക്കുക, ഇന്നലെ വരെ കണ്ടുകൊണ്ടിരുന്ന ഒരു സാധനം പെട്ടെന്ന് അപ്രത്യക്ഷമാകുക, അത് കുറച്ച് അധികം ദിവസങ്ങൾ ബോർഡിനെയോ ആരെങ്കിലും ചൂണ്ടിക്കാണിക്കണം, തിരിച്ചു വരാതിരിക്കുക. അപ്പോൾ അത് അങ്ങനെ ഒരു അറിയിപ്പോ അങ്ങനെ ഒരു ഇൻഫർമേഷനോ ഇതിനകത്ത് ഉണ്ടായില്ല. ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും, മേൽശാന്തിയോ തന്ത്രിയോ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും എങ്കിലും പക്ഷെ അത് എസ്റ്റാബ്ലിഷ് ചെയ്യില്ല എന്നുള്ളത് വളരെ സങ്കടകരമായ ഒരു കാര്യമാണ്, ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം. നമസ്കാരം, സക്സസ് കേരളയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നും നമ്മുടെ അതിഥി ശബരിമലയിലും അതോടൊപ്പം തന്നെ ദേവസ്വം ബോർഡിലും ദീർഘകാലം സേവനമനുഷ്ഠിക്കുകയും അഴിമതിക്കെതിരെ പോരാടുകയും ചെയ്ത CR രാധാകൃഷ്ണനാണ്. അദ്ദേഹം ദേവസ്വം ബോർഡിൻ്റെ ഡെപ്യൂട്ടി കമ്മീഷണറായിട്ടാണ് വിരമിച്ചത്. ശുദ്ധരക്തമാണ് അദ്ദേഹം കാഴ്ചവെച്ചിട്ടുള്ളത് എന്നുള്ളതും വിസ്മരിക്കാൻ പാടുള്ളതല്ല. ഈ സാഹചര്യത്തിൽ ശബരിമല ഏറെ കത്തിക്കാളുന്ന ഈ അവസരത്തിൽ അദ്ദേഹവുമായിട്ട് നമുക്ക് സംസാരിക്കാം. സർ നമസ്കാരം. ഞാൻ പറഞ്ഞതുപോലെ ശബരിമല ഇപ്പം കത്തിക്കാളി നിൽക്കുകയാണ്. എന്തൊക്കെയായിരിക്കും ഇനി വരാൻ പോകുന്ന സംഗതികൾ, ആരൊക്കെയായിരിക്കും അകത്താവുക എന്നുള്ള കാര്യത്തിലേക്കാണ് എല്ലാവരും സംസാരിക്കുന്നത്. ഇപ്പോൾ 4 ആൾക്കാർ കൂടുമ്പോൾ അവരുടെ ഒരു ചോദ്യം തന്നെ ശബരിമലയിലെ കാര്യം എന്താകും? ആ സാധാരണ ചോദ്യം സാറിനോട് ഞാൻ ചോദിക്കുകയാണ്. ഇപ്പോൾ വരെ നടന്ന കാര്യങ്ങൾ സംബന്ധിച്ച് സാധാരണ ഭക്തജനങ്ങൾക്ക് ആശങ്കയില്ലാത്ത വിധം ബഹുമാനപ്പെട്ട കോടതി ഇടപെട്ട് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ തുടക്കത്തിൽ നമുക്ക് ആശങ്കയുണ്ടായിരുന്നു. കാരണം ദേവസ്വം ബോർഡിനെ സംബന്ധിച്ചിടത്തോളം, ദേവധനത്തെ സംബന്ധിച്ചിടത്തോളം ഇത്ര പ്രധാനപ്പെട്ട ഒരു കാര്യം ക്ഷേത്രവുമായി ബന്ധമില്ലാത്ത ഒരു അന്യൻ്റെ കയ്യിലെത്തുക, അദ്ദേഹം അതുമായിട്ട് കുറേ കാലം നടക്കുക, അപ്പം അങ്ങനെ ഒരു വ്യവസ്ഥയില്ലാത്തൊരു സ്ഥാപനത്തിൻ്റെ കാണുന്ന തരത്തിലുള്ള അഴിമതിയെന്നോ അല്ലെങ്കിൽ കെടുകാര്യസ്ഥതയെന്നോ ഒക്കെ പറയാവുന്ന തരത്തിലേക്കാണ് ആ കാര്യങ്ങൾ ആദ്യകാലത്ത് പോയത്. ഇപ്പോൾ അത് വ്യവസ്ഥ ചെയ്യപ്പെട്ടു. ഏതെല്ലാം കാലത്ത് അത് അനധികൃതമായി എടുത്തു എന്ന് മനസ്സിലായി. അത് എന്തൊക്കെ ചെയ്തു എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. അതിലെ പ്രധാനപ്പെട്ട നേതൃത്വം കൊടുത്തവരെ പറ്റി മനസ്സിലാക്കാൻ സാധിച്ചു. ഇനി ഇതിൻ്റെ ക്വാണ്ടിറ്റി, എന്തുമാത്രം അപഹരണം അവിടെ സംഭവിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ അന്വേഷിക്കേണ്ട കാര്യം. ഇപ്പം നാം പറയുന്നത് ഇപ്പോൾ കണ്ടുപിടിക്കപ്പെട്ടവ എല്ലാം ചെറുമീനുകളാണ്, വൻ സ്രാവുകൾ ഇപ്പോഴും പുറത്തു നിൽക്കുകയാണ് എന്നാണ് പറയുന്നത്. എന്തായാലും 2018-19 ഈ UB ഗ്രൂപ്പ് 1998 ആരംഭിച്ച് 99 ഈ ശബരിമല ശാസ്താവിന് സമർപ്പിച്ച 30.4 കിലോ സ്വർണം അത് പാളികളായി, അത് പിന്നെ ഈ അവിടെ അമാൽഗമേറ്റ് ചെയ്തിരുന്ന സ്വർണമാണ്. റൂഫിലും അതുപോലെ അതിൻ്റെ സ്തൂപികയിലും അതിൻ്റെ ശ്രീകോവിലിൻ്റെ പുറം ചുവരുകളിലെ അയ്യപ്പ ചരിതങ്ങളിലും പടികളിലും പിന്നെ ക്ഷേത്ര കവാടത്തിലും ക്ഷേത്ര കവാടത്തിന് ഇരുവശമുള്ള ദ്വാരപാല വിഗ്രഹങ്ങളിലും ഒക്കെ പിടിപ്പിച്ചിരുന്ന സ്വർണ്ണമാണ്.
അപ്പോൾ അത് ഒരു ഇത്രയും കാലാവധിക്കകം അത് കേടായി എന്ന് പറയുന്നതൊന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. പക്ഷെ ഇതൊക്കെ ആസൂത്രിതമായി ഒരു ചെറിയ കാര്യം ചെയ്യുകയും, അപ്പോൾ അതിൽ 2018-19 മുതലാണ് ആരംഭിച്ചതെന്ന് പറയുന്നു. അതിനു മുമ്പും ഇത് പിന്നെ പാളികൾ ഈ ശ്രീകോവിലിൻ്റെ കഥ. അപ്പം എന്തായാലും ശരി, ഈ മൊത്തം സംവിധാനങ്ങൾ, മൊത്തം നടപടിക്രമങ്ങളൊക്കെ തന്നെ ചട്ടങ്ങൾക്ക് വിരുദ്ധമാണെന്നും അത് മോഷണത്തിൻ്റെ രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോയതെന്നും അതിന് നേതൃത്വം കൊടുത്തത് ഒരു പുറമേയുള്ള അയ്യപ്പ ഭക്തൻ നടിച്ചു വന്ന ഒരാളാണെന്നും അതിലെ പങ്കാളികളായ ചില പ്രത്യേക ഉദ്യോഗസ്ഥന്മാർ, അതുപോലെ തന്നെ ഇതിൽ തീരുമാനമെടുത്ത ബോർഡ്, അപ്പോൾ ഇവർക്കെല്ലാം അതിൽ ബന്ധമുണ്ടെന്നും മനസ്സിലാക്കി. ഇപ്പോൾ ഇന്നലെ അപ്പോൾ അങ്ങ് പറയുന്നത് കാലങ്ങളായിട്ട് നടന്ന ഒരു ആസൂത്രണത്തിന്റെ ഫലമായിട്ടാണ് നിലവിലുള്ള ഈ മോഷണം നടന്നിരിക്കുന്നത് എന്ന്. തീർച്ചയായും ഈ സാധനം 1999 നമ്മുടെ ശബരിമലയുടെ സ്ഥാവര സ്വത്തിൻ്റെ ഭാഗമായി തീർന്നതാണ്. കാരണം UB ഗ്രൂപ്പ് സറണ്ടർ ചെയ്തു, സംഭാവന ചെയ്തു കഴിഞ്ഞു. അത് കഴിഞ്ഞ് അവരുടെ ഇൻവെൻട്രി അനുസരിച്ച് ഇത്രയും കിലോ സ്വർണം ശബരിമല ദേവസ്വത്തിൻ്റെ ഈ സ്വർണം വില പിടിച്ച ഉരുപ്പടികളുടെ രജിസ്റ്ററിൽ എൻ്റർ ചെയ്ത സ്വത്തായിരുന്നു. പിന്നെ അതിനുശേഷം ഇത് ഇളക്കിയതിൻ്റെ ഹിസ്റ്ററി വരുന്നത് 2018-19. അപ്പോൾ അതുമുതൽ ഇങ്ങോട്ടാണ് എന്തൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സ്തൂപിക കൊണ്ടുപോയെന്ന് പറയുന്നു, ശ്രീകോവിലിൻ്റെ പാളി ഈ മറ്റേ കഥക് കൊണ്ടുപോയെന്ന് പറയുന്നു, പിന്നെ അതുപോലെ ദ്വാരപാല വിഗ്രഹങ്ങൾ കൊണ്ടുപോയെന്ന് പറയുന്നു, അതിൻ്റെ പീഠങ്ങൾ എടുത്തു എന്ന് പറയുന്നു. അപ്പോൾ ഇതിലെല്ലാം തന്നെ ഇതൊക്കെ ഏത് ഘട്ടങ്ങളാണെന്ന് മനസ്സിലാക്കണം. അപ്പോൾ അവിടെയാണ് ഇത് ആരംഭിച്ചത്. പക്ഷേ ഇത് ആരംഭിച്ച കാലത്ത് പിടിക്കാൻ സ്ഥാപനത്തിന് കഴിഞ്ഞില്ല. പക്ഷേ ഈ 2024-25 ഇത് ആവർത്തിച്ചപ്പോൾ പിടി വീണു. ഇതേ സിസ്റ്റം. അത് അങ്ങ് പറയുന്നത് 2000 മുതൽ ഇത് ഒരു ആസൂത്രണം നടക്കുക. പക്ഷെ ഞാൻ പറയുന്നത് അങ്ങ് ദേവസ്വം ബോർഡിന്റെ ഒരു ഭാഗമാക്കായിരുന്നു. അപ്പൊ ഈ നടന്ന ഈ അഴിമതി നടന്നിരിക്കുന്നു എന്ന് നാം തെളിഞ്ഞിരിക്കുന്നു. അപ്പൊ അതിന്റെ ഒരു ഭാഗമാക്കായിരുന്നു അങ്ങ് എന്ന് പറഞ്ഞാൽ അങ്ങേക്ക് എങ്ങനെ എതിർക്കാൻ പറ്റുമത്? ഞാൻ 2010 റിട്ടയർ ചെയ്ത ഒരു ഉദ്യോഗസ്ഥനാണ്. പക്ഷേ 1999 UB ഗ്രൂപ്പ് ഇത് ചെയ്യുമ്പോഴൊക്കെ നമ്മൾ സർവീസിലുണ്ട്. അപ്പൊ അന്ന് അതിനൊക്കെ വ്യക്തമായ രേഖകൾ ഉണ്ടായിരുന്നു. UB ഗ്രൂപ്പ് ഇത് സമർപ്പിച്ചു കഴിഞ്ഞ് അത് റെക്കോർഡിലെടുത്തിരുന്നു. ഇതെല്ലാം വ്യവസ്ഥ ചെയ്തിരുന്നു. അപ്പൊ പിന്നീട് 2018-19 ഇതിന് ചലനം വന്നു. അല്ലെങ്കിൽ ഇത് ഏതെങ്കിലും കാരണങ്ങൾ പറഞ്ഞ് അതിൻ്റെ സ്വസ്ഥാനത്ത് നിന്നും അതിനെ നീക്കം ചെയ്തത് 2018-19 കാലം മുതൽ ഇങ്ങോട്ടാണ്. 2025 വരെ നീണ്ടു കിടക്കുക. 18-19 വന്നു, വീണ്ടും 24 എടുത്തെന്ന് പറയുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് അയ്യപ്പൻ്റെ പിന്നെ യോഗദണ്ഡും രുദ്രാക്ഷമാല എടുത്തുണ്ടോ എന്ന് പറയുന്നു. ഇതൊക്കെ സംഭവിച്ചത് ഈ 2018-19 ശേഷമാണ്. അപ്പൊ പക്ഷേ ഇത് 2025 ഇത് ശ്രദ്ധയിൽപ്പെട്ടത് തന്നെ ഇപ്പൊ കോടതിയുടെ പിന്നെ നിയോഗിച്ച 1992 മുതൽ തന്നെ ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പരമപ്രധാനമായ ക്ഷേത്രമായ ശബരിമലയിലെ ഈ 10-40ഓളം ഡിപ്പാർട്ട്മെൻറ്റുകളുടെ കോർഡിനേഷൻ വേണ്ടി വരുന്നു. പോലീസ്, റവന്യൂ, ഫയർഫോഴ്സ്, ഇങ്ങനെ തുടങ്ങിയ ധാരാളം സിവിൽ, പിന്നെ വാട്ടർ അതോറിറ്റി, ഇലക്ട്രിസിറ്റി ബോർഡ്, ഹെൽത്ത്, ഇങ്ങനെ പിന്നെ ആരോഗ്യ വകുപ്പ്, പിന്നെ ഇങ്ങനെയുള്ള വിവിധ ട്രാൻസ്പോർട്ട്, ഇങ്ങനെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റിലെ കോർഡിനേഷൻ വേണ്ടി. ഈ കോർഡിനേഷന് പലപ്പോഴും ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോഴാണ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിക്ക് ഈ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം ഒരു അപ്പർ ഹാൻഡുണ്ട്. കാരണം ഈ അയ്യപ്പൻ ഉൾപ്പെടെയുള്ള ദേവാലയങ്ങളിൽ പ്രതിഷ്ഠിച്ചുള്ള വിഗ്രഹങ്ങളൊക്കെ മൈനറാണെന്നാണ് നമ്മുടെ നിയമസംഹിതകൾ നിർദ്ദേശിച്ചിട്ടുള്ളത്. മൈനറിൻ്റെ ഒരു ഗാർഡിയൻഷിപ്പ് അഥവാ രക്ഷാകർതൃത്വം കോടതിക്കുണ്ട്. അത് സിവിൽ പ്രൊസീജിയർ കോഡിൽ പറയുന്നുണ്ട്, പിന്നെ ദേവസ്വം ആക്റ്റിൽ പറയുന്നുണ്ട്, പെർപെച്വൽ മൈനോറിറ്റി പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് കോടതി 1992-93 കാലഘട്ടങ്ങളിൽ തന്നെ ഈ കോർഡിനേഷൻ, ശബരിമല ഫെസ്റ്റിവലിനുണ്ടാകുന്ന കോർഡിനേഷൻ്റെ കുറവ് പലപ്പോഴും ഫെസ്റ്റിവലിനെ ബാധിച്ചു തുടങ്ങി. അപ്പോൾ ഇപ്പോൾ ഫോറസ്റ്റുകാരവിടെ ജോലി ചെയ്യാൻ സമ്മതിക്കാതിരിക്കുക, അതുപോലെ തന്നെ ഫയർഫോഴ്സ് സമയത്ത് വർക്ക് ചെയ്യാതിരിക്കുക, പോലീസിൻ്റെ പിന്നെ പിന്നെ ക്യൂ സിസ്റ്റവും മറ്റേതും പോലീസ് പലപ്പോഴും അവർക്ക് തോന്നുന്ന രീതിയിൽ പോയിട്ട് സ്ഥാപനത്തിന് കുഴപ്പമുണ്ടാക്കുക, അയ്യപ്പന്മാർക്ക് തടസ്സം ഉണ്ടാകുക,
ഇങ്ങനെ വന്നപ്പോഴാണ് കോടതി ഒരു ജില്ലാ ജഡ്ജി, സർവീസിലുള്ള ജില്ലാ ജഡ്ജിയെ അവിടെ ഈ കോർഡിനേറ്ററായിട്ടും സ്പെഷ്യൽ കമ്മീഷണറായിട്ടും പോസ്റ്റ് ചെയ്തു. അപ്പോൾ അങ്ങനെ ഒരാൾ ഇപ്പം ആദ്യ കാലത്ത് കൃഷ്ണൻ നായർ എന്ന് പറയുന്ന അദ്ദേഹം പിന്നീട് ഹൈക്കോടതി ജഡ്ജായി, അപ്പോൾ ഇത് റിട്ടയർ ചെയ്തു. അങ്ങനെ തുടർന്ന് പലരും വരികയാണ്. അപ്പോൾ ഇപ്പോഴത്തെ സ്പെഷ്യൽ കമ്മീഷണർ ഇത് ശ്രദ്ധിച്ചു ഇതെന്ത് എവിടെയാണ് എന്ന് ചോദിച്ചു. പക്ഷെ അതുവരെ അതാണ് നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം. ശബരിമല സംബന്ധിച്ചിടത്തോളം ശ്രീകോവിൽ അവിടെ മേൽശാന്തി എന്ന് പറയുന്നത് ഞങ്ങൾ നറുക്കിട്ട് തിരഞ്ഞെടുക്കുന്ന ഒരാളാണ്, നമ്മുടെ ഉദ്യോഗസ്ഥന് ശമ്പളം കൊടുക്കുന്ന ആളാണ്. അദ്ദേഹം അവിടെ താമസിക്കുകയാണ്. അദ്ദേഹത്തിന് 10-20 അസിസ്റ്റന്റുമാരെയും അവർക്ക് വസ്ത്രവില, ഭക്ഷണ ചെലവ്, ഇതൊക്കെ അവരുടെ ശമ്പളം, ഇതൊക്കെ ഡിപ്പാർട്ട്മെന്റാണ് കൊടുക്കുന്നത്. അല്ല, ഇവര് ദിവസവും കയറുകയും ഇറങ്ങുകയും ഇത്രയും ആളുകളുടെ സാന്നിധ്യമുള്ള ഒരു സ്ഥലത്ത് അല്ല അവര് ഒരു നമുക്ക് വീട്ടിൽ തന്നെ ഒരു പടം മാറ്റി വെച്ചാൽ നമ്മൾ ദിവസം കാണുന്നത് നമുക്ക് അതാണ് പറയും. ഇത്രയും ആളുകളുടെ പക്ഷേ അന്നത്തെ മേൽശാന്തിയോ അല്ലെങ്കിൽ തന്ത്രിയോ ആരും ഇത് ശ്രദ്ധിച്ചില്ല എന്ന് പറയുമ്പോൾ അത് കോടതിയാണ് ഇത് കണ്ടെത്തി തരുന്നത്. അവിടെയാണ് നമുക്ക് വളരെ സംശയാസ്പദമായ കാര്യങ്ങൾ നീങ്ങുന്നത്. അപ്പോൾ ഈ ദൈനംദിന ജീവിതത്തിൻ്റെ ഭാഗമായി കാണേണ്ട ഒരു സാധനം മേൽശാന്തിയുടെയും തന്ത്രിയും ഒക്കെ അവരുടെ അസിസ്റ്റന്റുമാരുടെ അവർ ദീർഘകാലം ഇത് ഇല്ലാതിരിക്കുക, ഇന്നലെ വരെ കണ്ടുകൊണ്ടിരുന്ന ഒരു സാധനം പെട്ടെന്ന് അപ്രത്യക്ഷമാകുക, അത് കുറച്ച് അധികം ദിവസങ്ങൾ ബോർഡിനെയോ ആരെങ്കിലും ചൂണ്ടിക്കാണിക്കണം, തിരിച്ചു വരാതിരിക്കുക. അപ്പോൾ അത് അങ്ങനെ ഒരു അറിയിപ്പോ അങ്ങനെ ഒരു ഇൻഫർമേഷനോ ഇതിനകത്ത് ഉണ്ടായില്ല. അത് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും, മേൽശാന്തിയോ തന്ത്രിയോ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും എങ്കിലും പക്ഷെ അത് എസ്റ്റാബ്ലിഷ് ചെയ്യില്ല എന്നുള്ളത് വളരെ സങ്കടകരമായ ഒരു കാര്യമാണ്, ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം. അപ്പം ഇത് അന്നും അറിഞ്ഞിട്ട് പുറത്ത് എസ്റ്റാബ്ലിഷ് ചെയ്തില്ല എന്നാണ് അങ്ങ് പറയുന്നത്. അപ്പൊ അത് ആസൂത്രിതമായ ഒരു പ്രകടനം അവിടെ നടക്കുകയായിരുന്നു. എന്തോ ആ മൗനം എന്താണെന്ന് അന്വേഷിക്കേണ്ടത്. ഈ ഇത്രയും വലിയൊരു സംഘം ആളുകളുടെ അപ്പൊ ഒന്നാമത് അയ്യപ്പ 2019 മുതൽ അന്വേഷിച്ചാൽ മതിയോ? അയ്യപ്പന്റെ പിതൃസ്ഥാനം. എന്റെ ചോദ്യം അതാണ്. 2019 മുതലിന് ശേഷം ഇത് അല്ല 1999 ഈ സാധനം ഉണ്ടല്ലോ അവിടെ. അല്ല 2019 അത് അപ്രത്യക്ഷമാകുന്നത്. അതിനുശേഷം ഉള്ളത് അന്വേഷിച്ചാൽ മതിയോ? അതിന് മുമ്പുള്ളത് അന്വേഷിച്ചോട്ടെ. അതെ, ഇവര് ഈ UB ഗ്രൂപ്പ് അവിടെ സമർപ്പിച്ചതിന് ശേഷമുള്ള അതിന് ഞാനൊരു ലളിതമായ ഒരു സംശയം ചോദിക്കട്ടെ. ഈ നമ്മളൊരു ഭക്തൻ ഒരു സമർപ്പണം അവിടെ നടത്തുന്നു, സ്വർണ്ണമായിക്കോട്ടെ എന്താ അത് ആ ഭക്തന് അത് എന്തെങ്കിലും ആവശ്യത്തിന് തിരിച്ചെടുക്കാം എന്തെങ്കിലും അവകാശമുണ്ടോ? സാധ്യമല്ല. കാരണം ഒരു ഭക്തൻ ഇത് ഓഫറിങ്സ് ആണ്. അത് നമ്മുടെ ടെമ്പിൾ, നമ്മുടെ ക്ഷേത്രം, ശബരിമല ഉൾപ്പെടെയുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും ഭക്തന്മാർക്ക് സാധനങ്ങളായിട്ടോ പണമായിട്ടോ സംഭാവന ചെയ്യാനുള്ള സർവ്വ സ്വാതന്ത്ര്യവുമുണ്ട്. അപ്പോൾ അങ്ങനെ സംഭാവന ചെയ്യുമ്പോൾ തന്നെ അതിന് ഇപ്പോൾ പണമാണെങ്കിൽ അതിന് ക്യാഷ് റെസിപ്റ്റ്, അതെ, അതല്ല ഇതുപോലുള്ള സാധനങ്ങളാണ് സ്വർണം, വെള്ളി, പട്ടുപരിവട്ടം, അതല്ല മുത്തുക്കുട, ആലവട്ടം, വെഞ്ചാമരം ഇങ്ങനെയുള്ളതാണെങ്കിൽ അതിന് 3A എന്ന് പറയുന്ന ഒരു രസീതുണ്ട്. അതിലിതിൻ്റെ വിവരണങ്ങളുണ്ട്. അത് ഭക്തന്റെ പേര്, സമർപ്പിച്ച സാധനം, അതിൻ്റെ വിവരണങ്ങൾ, ഇതെല്ലാം തൂക്കം, മാറ്റ് ഇതെല്ലാം എഴുതി റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു രജിസ്റ്റർ ഉണ്ട്. അതിൽ എൻട്രി ഇത്രാം തീയതി ഇന്ന സാധനം വന്നിരിക്കുന്നു. അപ്പോൾ ഇമ്മീഡിയറ്റ് സൂപ്പർവൈസറി ഓഫീസർ എന്ന അസിസ്റ്റന്റ് കമ്മീഷണറാണ്. അപ്പോൾ അദ്ദേഹം ഇത് പരിശോധിച്ചിട്ട് ഈ വന്ന സാധനങ്ങളിൽ നമ്മൾ റീറ്റെയിൻ ചെയ്യേണ്ട സ്വർണം, വെള്ളി വകകളെല്ലാം റീറ്റെയിൻ ചെയ്യും, വെങ്കലങ്ങൾ റീറ്റെയിൻ ചെയ്യും, ഓട് റീറ്റെയിൻ ചെയ്യും, ചെമ്പ് റീറ്റെയിൻ ചെയ്യും, മുത്തുക്കുട, ആലവട്ടം, വെഞ്ചാമരമൊക്കെ ഡിസ്പോസ് ചെയ്യാൻ പറയും, ലേലം ചെയ്യാം. അതിന് വേറെ ഒരു രജിസ്റ്റർ ഉണ്ട്, അതൊരു പ്രൊസീജിയറുണ്ട്, ലേലം നോട്ടീസുണ്ട്, ആ ലേല പരസ്യമുണ്ട്. അത് പരസ്യ ലേലം ചെയ്ത് അതിന് കിട്ടുന്ന പണം അടച്ച് റെക്കോർഡ് ചെയ്യും. അതുവരെ അപ്പോൾ ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ ഇത് 4-ാം നമ്പർ ഇത് വാല്യുബിൾസിൻ്റെ റെക്കോർഡിൽ ചേർക്കുക എന്ന് ഓർഡർ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ആ സാധനം ആർക്കും എടുക്കാൻ പറ്റത്തില്ല. പിന്നെ ചില ഭക്തന്മാർ ചാർത്തുന്ന സാധനം അവർക്ക് പ്രത്യേക നാളുകളിൽ അവിടെ ഇത് ഭഗവാനെ അണിഞ്ഞ് കാണണം എന്ന് നിർബന്ധിക്കുന്നെങ്കിൽ അതിന് അവരെ കൊണ്ട് തന്നെ ഇൻഷുറൻസ് എടുപ്പിക്കും, പോളിസി എടുപ്പിക്കും. പുറത്തെടുക്കുമ്പോൾ ഇത് നഷ്ടപ്പെട്ടാൽ പോളിസി എടുപ്പിച്ചിട്ട് ഇത് ശ്രീകോവിലെ ശാന്തിക്കാരൻ്റെ റെസിപ്റ്റ് വാങ്ങിച്ച് അദ്ദേഹത്തെ ഇൻട്രസ്റ്റ് ചെയ്യും. അല്ല എങ്കിൽ സബ് ഗ്രൂപ്പ് ഓഫീസർ അല്ലെങ്കിൽ ക്ഷേത്രം മാനേജർ അവരുടെ ചെറിയ ലോക്കറിൽ ഇത് സൂക്ഷിച്ച് ഈ ഭക്തൻ്റെ താല്പര്യപ്രകാരം ഇപ്പം തിഥി, നക്ഷത്രം, മാസം ഇങ്ങനെയൊക്കെയുള്ള ദിവസങ്ങളിൽ അത് ചാർത്തി അദ്ദേഹത്തിൻ്റെ വഴിപാട് പൂർത്തീകരിച്ചു കൊടുക്കും.
അങ്ങനെ അല്ലാത്ത സാധനങ്ങൾ നിത്യോപയോഗത്തിൽ ഇല്ലെങ്കിൽ ഉടൻ തന്നെ ഇത് ഞങ്ങൾക്ക് 20 ഗ്രൂപ്പുണ്ട്. ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ പാറശാലം മുതൽ പെരുമനം, തൃശ്ശൂർ പെരുമനം വരെയുള്ള, പെരുമനം ശങ്കരനാരായണ ക്ഷേത്രത്തിൻ്റെ ഒരു പൂജ ഞങ്ങൾക്കും ഒരു പൂജ കൊച്ചിൻ ദേവസ്വം, അവിടെ വരെയാണ് ഞങ്ങളുടെ ലിമിറ്റ്. അപ്പോൾ അവിടെ വരെയുള്ള മൊത്തം ക്ഷേത്രങ്ങളെ ഞങ്ങൾ 5 ഡിസ്ട്രിക്റ്റായിട്ട് തിരിച്ചിട്ടുണ്ട്. 5 ഡിസ്ട്രിക്റ്റിൽ 20 അസിസ്റ്റന്റ് ദേവസ്വം കമ്മീഷണർമാർ. ആ 20 അസിസ്റ്റന്റ് ദേവസ്വം കമ്മീഷണർമാരുടെ കീഴിൽ ഒരു 10-15 മഹാക്ഷേത്രങ്ങളും അവിടെ ഒരു സ്ട്രോങ് റൂം ഉണ്ടാവും. അതിൽ ഏറ്റവും വലിയ അമ്പലത്തിൻ്റെ പരിസരത്ത് ക്ഷേത്രത്തിനകത്തുമായിരിക്കും സ്ട്രോങ്, ഡബിൾ ലോക്കുള്ള, ഡബിൾ ഭിത്തിയുള്ള, 24 hours ഗാർഡ് ഡ്യൂട്ടിയുള്ള ഒരു സംവിധാനമാണ് സ്ട്രോങ് റൂം. അവിടെ 2 കീയാണ്, ഒന്ന് മാനേജർ, ഒന്ന് അസിസ്റ്റന്റ് കമ്മീഷണർ, പിന്നെ 24 മണിക്കൂർ ഗാർഡ്, 4 പേരും ഒരു സ്റ്റാൻഡ് ബൈയും. അങ്ങനെയാണ് അവിടെ ഡ്യൂട്ടി. അത് ഓപ്പൺ ചെയ്യുന്നതും ക്ലോസ് ചെയ്യുന്നതിനൊക്കെ റെഗുലേഷൻസ് ഉണ്ട്. അത് ഡേ ടൈമിലേ ഓപ്പൺ ചെയ്യാവും, വൈകിട്ട് 6 മണി കഴിഞ്ഞാൽ ഓപ്പൺ ചെയ്തിരിക്കാൻ പാടില്ല. അതിൻ്റെ അത് ഓപ്പൺ ചെയ്യുമ്പോഴും ക്ലോസ് ചെയ്യുമ്പോഴും മഹസർ എഴുതണം, അന്നേരം ആരെല്ലാം പ്രസൻ്റ് ഉണ്ടായിരുന്നു എഴുതണം. അതിൻ്റെ പ്രൊസീജിയർ മുഴുവൻ റെക്കോർഡ് ചെയ്തിട്ട് അതിനകത്ത് പ്രവേശിക്കാവും. അകത്ത് എന്ത് ജോലി ചെയ്യുന്നുവോ അതും റെക്കോർഡ് ചെയ്യണം. ഏത് രജിസ്റ്ററിൽ റെക്കോർഡ് ചെയ്യണം. പുറത്തിറങ്ങി പൂട്ടി അതും റെക്കോർഡ് ചെയ്യണം. റെക്കോർഡ് ചെയ്തിട്ട് അത് പോകാവും. അല്ല, അങ്ങ് പറയുന്നതനുസരിച്ച് ഇപ്പം ഇതെല്ലാം ലംഘിച്ചിരിക്കുന്നു എന്നുള്ളതല്ലേ പ്രഥമ ദൃഷ്ടിയ. ഇങ്ങനെ വളരെ വളരെ സുരക്ഷിതമായും വളരെ പഴുതില്ലാത്തതുമായ അക്കൗണ്ട് സിസ്റ്റമാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. ഈ സ്ഥാപനം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആവുന്നതിന് മുമ്പ് തന്നെ ഇത് സർക്കാർ ദേവസ്വമായ കാലം മുതൽ ഇപ്പം ഏതാണ്ട് 214 വർഷമായി. ഇത് തിരുവിതാംകൂർ സർക്കാരിൻ്റെ കാലം മുതൽ ഇങ്ങോട്ട് റീജന്റ് റാണിയുടെ കാലത്താണ് ഈ ക്ഷേത്രങ്ങൾ സർക്കാർ, തിരുവിതാംകൂർ സർക്കാർ ഭരിക്കാൻ തുടങ്ങിയത്. അപ്പോൾ അത് 1811. അതുമുതൽ ഇപ്പോൾ 2025 ഏതാണ്ട് 214 വർഷമായി. അപ്പോൾ അത്രയും ആ കാലത്തുള്ള ആവശ്യകത മനസ്സിലാക്കി ഇതിൻ്റെ അക്കൗണ്ട് സിസ്റ്റവും ഇതിൻ്റെ സൂക്ഷിപ്പ് സിസ്റ്റവും പരിഷ്കരിച്ച് വളരെ സുരക്ഷിതമായ ഒരവസ്ഥയിലാണ് അത് ഉള്ളത്. അവിടെയാണ് ഈ പഴുതുണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ളത്.